സോ ഗൈസ് നമസ്കാരം, സിറാജ് പറപ്പൂർ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ അതായത് ഒരു ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ എന്ത്? കൊയ്ത്തുത്സവം. പലജാതി ഉത്സവം ഉണ്ട്, പക്ഷേ ഇത് കൊയ്ത്തുത്സവമാണ്. നമ്മൾ പറപ്പൂർ പഞ്ചായത്തിൻ്റെ കൊയ്ത്തുത്സവം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ കൃഷി ഓഫീസർ, അതുപോലെ ഈ നാട്ടിലെ കർഷകർ, അതുപോലെ താഴെ സ്കൂളിലെ കുട്ടികൾ, അതുപോലെ നാട്ടുകാർ, അതുപോലെ അംഗൻവാടി കുട്ടികൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തും. അപ്പോൾ അവർക്കൊക്കെ ഈ കാർഷിക ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ നെല്ലുണ്ടാക്കുന്നത്, കർഷകരുടെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വരും തലമുറയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ഈ നെല്ല് എങ്ങനെയാണ് ഒരു കർഷകരുടെ വിയർപ്പ് അധ്വാനം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നേരിൽ കാണിക്കാൻ വേണ്ടി അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു വൈബ് വീഡിയോ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഓക്കെ, പ്രിയമുള്ളവരെ, നമ്മളെ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ അമലപ്പാടത്തുള്ള നെല്ലിൻ്റെ കൊയ്ത്തുത്സവത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സലീമ ടീച്ചർ, വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ, മെമ്പർമാരായ കുഞ്ഞമ്മദ് മാഷ്, അതുപോലെ ബാവ, നല്ലവരായ നാട്ടുകാർ, നമ്മുടെ ALP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും, കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റൻ്റ്, അതുപോലെ നല്ലവരായ കൃഷിക്കാരെ. നമുക്കറിയാം പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 70ഓളം ഹെക്ടറിലാണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്. മാത്രമല്ല 76 ഹെക്ടർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക രംഗത്ത് പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഏകദേശം 1/2 കോടിയോളം രൂപ കാർഷിക രംഗത്തും നെൽകൃഷിക്ക് മാത്രമായി 20 ലക്ഷം രൂപയും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൊയ്ത്തുത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സലീമ ടീച്ചറോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൃഷിക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ കുട്ടികളും നമ്മുടെ അടുത്തുള്ള ഒരു വിദ്യാലയത്തിലെ കൊച്ചു കുട്ടികളും കൊയ്ത്തുത്സവത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കർഷകരും നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 76 ഹെക്ടറോളം സ്ഥലത്ത് നമ്മൾ തരിശുഭൂമിയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താണ്. ഏകദേശം 385 ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ സപ്ലൈകോക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നെൽകൃഷിക്ക് വേണ്ടി ഒട്ടേറെ കർഷകരും കുറേ സ്ഥലവുമുണ്ട്. തരിശുഭൂമി ഇല്ലാത്ത വിധം നമ്മളെല്ലാം കൃഷി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ തെങ്ങ് കൃഷി, വാഴകൃഷി, കപ്പ കൃഷി തുടങ്ങിയ എല്ലാ കൃഷികൾക്കും വേണ്ടി നമ്മുടെ ഈ വാർഡ് മെമ്പർ കൂടിയായ സേതുവിൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 50 ലക്ഷത്തോളം രൂപ, 50 ലക്ഷത്തിലധികം രൂപ നമ്മുടെ കൃഷിക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. ഓരോ വർഷവും ഇങ്ങനെ കർഷകർക്ക് എല്ലാവിധ കൈത്താങ്ങുമായിക്കൊണ്ട് നമ്മുടെ ഭരണസമിതി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊയ്ത്തുത്സവം കാണാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് പ്രത്യേകം സ്വാഗതം. എങ്ങനെയാണ് നെല്ലുണ്ടാകുന്നത്, എങ്ങനെയാണ് നമ്മൾ ചോറുണ്ണുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് കുട്ടികൾ വന്നിട്ടുള്ളത്. നെല്ലുണ്ടാവുന്ന മരം ഏതാണെന്ന് അറിയാത്ത മക്കളുണ്ടാവും, വൈക്കോൽ എന്താണെന്ന് അറിയില്ല. ഈ നെല്ല് എങ്ങനെ ഇനി നമ്മളെ വയറിലെത്തും എന്നുള്ളത് നിങ്ങൾക്കറിയോ? അതിന് കുറേയേറെ പറയാനുണ്ട്. നിങ്ങൾ വെയിൽ കൊണ്ട് നിങ്ങളോട് അധികം പറയുന്നില്ല, തണലത്തുനിന്ന് പറഞ്ഞുതരാം കേട്ടോ.